എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു ഓണനാളില് എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ മത്തങ്ങ കടലപ്പരിപ്പ് പ്രഥമനാണ്. ഈ ഒരു പ്രഥമൻ തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന നാളികേര പാലും ശർക്കരയൊക്കെ ചേർത്ത് നമ്മൾ ഇതിലേക്ക് പ്രഥമന്റെ സ്വാദ് കൂട്ടാനായിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാല് ചേർത്തിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇത്രയേറെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പ്രഥമൻ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ പ്രഥമന്റെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തന്ന് നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കരുത്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ആ മത്തങ്ങ കടലപ്പരിപ്പ് പ്രഥമൻ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 300 ഗ്രാം അളവിൽ മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൂടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് വേണ്ടത് കടലപ്പരിപ്പാണ്. ഞാനിവിടെ ഒരു അരക്കപ്പോളം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു 125 ഗ്രാം അളവ് ഉണ്ടാകും. പരിപ്പ് പാത്രത്തിലേക്ക് മാറ്റി നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. അങ്ങനെ പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ചു കൊടുക്കും. ഇനി നമുക്ക് ഈ മത്തങ്ങ കഷ്ണങ്ങൾ ഒന്ന് വേവിച്ചെടുക്കാം. എളുപ്പത്തിൽ വെന്ത് കിട്ടാനായിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി കുക്കർ മൂടി ഒരു 3 വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കാം. മത്തങ്ങ കഷ്ണങ്ങൾ വെന്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് ചൂടാറ്റിയിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചുകൂടി വെക്കണം. മത്തങ്ങ വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. മത്തങ്ങയ്ക്ക് ഒരു 3 വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കടലപ്പരിപ്പാണ് ഒരു 2 വിസിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കേണ്ടത്. ഇനി മത്തങ്ങ ഒന്ന് വെന്ത് വരട്ടെ. മത്തങ്ങ വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതുപോലെ 2 നാളികേരം നമുക്കൊന്ന് തിരുമ്മി പാല് പിഴിഞ്ഞെടുക്കണം. അങ്ങനെ 3 വിസിലിന് ശേഷം വേവിച്ചു വെച്ചിരിക്കുന്ന മത്തങ്ങയുടെ എറെല്ലാം പോയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. മത്തങ്ങ കഷ്ണങ്ങൾ ഇവിടെ വേവായി വന്നിട്ടുണ്ട്. അതുപോലെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറ്റിയെടുക്കണം. ചൂടാറ്റിയതിന് ശേഷമാണ് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് മാറ്റി അരച്ചെടുക്കേണ്ടതും. ഇനി മത്തങ്ങ കഷ്ണങ്ങൾ ചൂടാറി വരാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ചൂടാറി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് കടലപ്പരിപ്പ് നമുക്കൊരു 2 വിസിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതേ കുക്കറിലേക്ക് തന്നെ വേവിച്ചു വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ചേർക്കാം. കടലപ്പരിപ്പ് കുതിർത്തി എടുത്തിട്ടുള്ളത് കൊണ്ട് വളരെ എളുപ്പത്തിലാണ് വെന്ത് കിട്ടുന്നത്. ഒരുപാട് നേരമൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ കടലപ്പരിപ്പ് വെന്തിങ്ങനെ കുഴഞ്ഞു പോകും പരുവത്തിലേക്ക് ആയി വരരുത്. അങ്ങനെ വന്നാലും നമ്മൾ തയ്യാറാകുന്ന പ്രഥമനും വളരെ കുഴഞ്ഞു പോവാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇനി പരിപ്പിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അത്രയും തന്നെ മതിയാകും. വീണ്ടും കുക്കർ മൂടി നമുക്ക് ഈ പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ പരിപ്പും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ശർക്കര ഉരുക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 1 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കരയിലേക്ക് ഒരു 3/4 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ശർക്കര ഉരുക്കി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നാളികേരം തിരുമ്മി പാലും കൂടെ പിഴിഞ്ഞു വെക്കാം. അങ്ങനെ നമ്മുടെ ശർക്കര പാനി നന്നായിട്ട് ഉരുകി പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് താഴേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഒരു ഉരുളിയാണ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. ഇതിലേക്ക് ചൂടായി വന്നാൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു പിടിയോളം കാഷ്യൂ ചേർക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയത്ത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മത്തങ്ങ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കാഷ്യൂ ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ കാഷ്യൂ മുഴുവനും ഞാനിവിടെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് അരച്ചെടുത്തിട്ടുള്ള മത്തങ്ങ ചേർക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. നെയ്യിലിട്ട് 2-3 മിനിറ്റ് നേരം വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 2 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ച് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് പരിപ്പ് ചേർക്കാം. പരിപ്പും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി പരിപ്പും മത്തങ്ങയും കൂടെ ചേർന്ന് ഒന്നുകൂടെ ഒന്ന് വരണ്ട് കിട്ടണം. അതിനായിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പരിപ്പും മത്തങ്ങയും ചേർന്ന് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടെ തിളച്ച് വറ്റി കിട്ടണം. അതിനായിട്ട് നമുക്കൊന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മത്തങ്ങയും കടലപ്പരിപ്പൊക്കെ ഇതുപോലെ ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ ശർക്കര പാനിയാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ശർക്കര പാനി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ലോണം തന്നെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ഈ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ശർക്കര പാനി മുഴുവനും ചേർന്ന് ഇതൊന്ന് നല്ല വണ്ണം തിളച്ച് കുറുകിയ പാകത്തിലേക്കായി വരണം. അതുവരെയും നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മത്തങ്ങ പ്രഥമൻ നന്നായിട്ട് തന്നെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഒന്നും കൂടെ തിളച്ച് കുറുകിയ പരുവത്തിലേക്കായി വരണം. അതുവരെയും നമുക്കൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പ്രഥമൻ നന്നായിട്ട് തന്നെ ഒന്ന് കുറുകിയ പാകത്തിലേക്ക്
അളവിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 250 മില്ലി അളവില് രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഒന്നാം പാല് ചേർത്ത് മാത്രം പ്രഥമൻ തയ്യാറാക്കാനും സാധിക്കും. ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ടാം പാലും കൂടെ ചേർത്തൊന്ന് വറ്റിച്ച് കുറുക്കിയതിന് ശേഷമാണ് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാനും പോകുന്നത്. ഇപ്പോൾ രണ്ടാം പാല് ചേർത്ത് ഒന്നും കൂടെ തിളച്ചു വരട്ടെ. ഇപ്പോൾ രണ്ടാം പാല് ചേർത്ത് പ്രഥമൻ നന്നായിട്ട് തന്നെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ വറ്റിയ പോലെ തന്നെ ഒന്നും കൂടെ വറ്റി കുറുകിയ പാകത്തിലേക്ക് ഒന്ന് ആക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള രണ്ടാം പാലും നല്ലതുപോലെ ഒന്ന് കുറുകിയ പാകത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമായാൽ പിന്നെ നമുക്കിതിലേക്ക് ഒന്നാം പാല് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഒന്നാം പാല് 200 മില്ലി അളവിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ടിയായിട്ടുള്ള പാലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള മത്തങ്ങ കടലപ്പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പ്രഥമൻ അല്പം ലൂസായിട്ടാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഇതൊന്ന് ഇരുന്ന് തണുത്ത് വരുമ്പോഴേക്കും ഒന്നുകൂടെ കട്ടിയായിട്ട് മാറും. അതുകൊണ്ട് ഈ ഒരു പാകത്തിലാണ് നമുക്ക് പ്രഥമൻ തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഏലക്കയും ചുക്കും കൂടെ ചേർത്ത് പൊടിച്ച പൊടി ചേർത്ത് കൊടുക്കാം. നാളികേരപ്പാലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിച്ചെടുത്തപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്തിട്ടുള്ളത് കൊണ്ട് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾ പഞ്ചസാര ചേർക്കാതെയാണ് ഏലക്ക പൊടിച്ച് വെക്കുന്നതെങ്കിൽ ഒരു നുള്ള് പഞ്ചസാര കൂടെ ചേർത്ത് വേണം പ്രഥമൻ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ റൈസിൻസ് ഒക്കെ ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ റൈസിൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. കാഷ്യൂസും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള സദ്യ സ്പെഷ്യൽ മത്തങ്ങ പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിരുവോണ നാളില് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രഥമന്റെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു പായസ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.